കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത യാമത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ, നല്ല ആലോചനകളാൽ ദൈവം നമ്മളെ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു വേദവാക്യം വായിക്കുന്നു. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. സക്കായിയുടെ തൊഴിൽ അന്നത്തെ സമൂഹം വളരെ അവജ്ഞയോടെ കണ്ടിരുന്ന ഒന്നായിരുന്നു. ചുങ്കക്കാരും പാപികളും എന്ന പദം അവരോട് ജനങ്ങൾക്കുള്ള വെറുപ്പ് വെളിപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചിരുന്നു. റോമൻ ഗവൺമെൻറ്റിനു വേണ്ടി കരം പിരിക്കലായിരുന്നു ചുങ്കക്കാരൻ്റെ ജോലി. കരം പിരിക്കുന്നതിന് കർശനമായ നിയമങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ ചുങ്കക്കാർ കൈക്കൂലി വാങ്ങുക പതിവായിരുന്നു. സക്കായി യേശുവിനെ കുറിച്ച് കേട്ടിരുന്നതിനാൽ അവൻ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. ഉയരം കുറഞ്ഞവനാകിയാൽ താൻ ഒരു കാട്ടത്തിമേൽ കയറി. ധനാഢ്യനായ ഈ ചെറിയ മനുഷ്യൻ കാട്ടത്തിമേൽ കയറുന്ന കാഴ്ച ജനത്തിന് കൗതുകമായിരുന്നിരിക്കണം. എന്നാൽ അപമാനമോ പരിഹാസമോ യേശുവിനെ കാണണം, നേരിട്ടറിയണം എന്ന തൻ്റെ വാഞ്ചയ്ക്ക് ഭംഗം വരുത്തിയില്ല. സത്യം അന്വേഷിക്കുന്നതിന് നിന്നെയോ പരിഹാസമോ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? കയറുന്നതിന് സക്കായി ഒരു കാട്ടത്തിമരം തെരഞ്ഞെടുത്തത് വളരെ ആശ്ചര്യമായിരിക്കുന്നു. എരിഹോവിൽ ഉയരം കൂടിയ മറ്റു പല വൃക്ഷങ്ങളും ഉണ്ടായിരുന്നിരിക്കണം. എന്തുകൊണ്ടായിരിക്കാം സക്കായി ഈ പ്രാധാന്യം കുറഞ്ഞ മരത്തിൽ കയറിയത്? പല വിധത്തിലും ഈ മർമ്മം അപ്രധാനമായിരുന്നെങ്കിലും യേശു കടന്നു പോകുന്ന വഴിയരികെയായിരുന്നു അത് നിലനിന്നിരുന്നത്. അതുകൊണ്ട് യേശുവിനെ കാണുവാൻ സക്കായിയെ സഹായിച്ച ഒരേ ഒരു മരം ഇത് മാത്രമായിരുന്നു. ഈ കാട്ടത്തിമരം കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ കർത്തൃ ശുശ്രൂഷകന് നിഴലാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-28 വാക്യങ്ങളുടെ സമഗ്രമായ ഒരു ഭാവമാണ് നമ്മൾ വായിച്ചത്. പ്രിയ ദൈവ പൈതലേ, നീ സമൂഹത്തിൽ നിസ്സാരനായി കണക്കാക്കപ്പെടുന്നുവോ? പരിഹാസത്തിനും ലജ്ജയ്ക്കും നീ പാത്രമാണോ? സക്കായിയെ തേടി വന്ന യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. പ്രിയരേ, യഥാർത്ഥ കർത്തൃ ശുശ്രൂഷകരുടെ സഹായം തേടുക. ഈ കാട്ടത്തി മരത്തെ പോലെ നിസാരന്മാരായി തോന്നിയേക്കാം, എന്നാൽ അവർ ദൈവം മുമ്പാകെ ശ്രേഷ്ഠന്മാരാണ്. സത്യാന്വേഷികൾക്ക് അവർ സഹായികളായിരിക്കും താനും. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഞങ്ങൾ പലരും രോഗികളാണ്, ക്ഷീണിതരാണ്, ഭാരങ്ങൾ അനുഭവിക്കുന്നവരാണ്, കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ്. എല്ലാവരെയും അവിടുത്തെ പുണ്യകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, വിടുതൽ അയച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച് പുണ്യകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ